നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്നിപ്പോൾ ചെയ്യുന്ന വീഡിയോ ഒരുപാട് ആളുകളായി നമ്മളെ ഒറിജിനൽ തനി നാടൻ മുട്ടയിടുന്ന പെടക്കോഴികളുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നത്. ഒരു 8 പെടക്കോഴിയും ഒരു മൾട്ടി കളർ പൂവൻകോഴിയും ആണ് നമുക്ക് സെയിലിനുള്ളത്. ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മൾ വിൽപ്പനയ്ക്കുള്ളതാണ്. പെടക്കോഴികൾ വരുന്നത് 600 രൂപ റേറ്റിലാണ് വിൽപ്പന ചെയ്യുന്നത്. അപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട്, എന്താ ഇത് നാടൻ കോഴി തന്നെ അല്ലേ, എന്താ 600 രൂപ റേറ്റൊക്കെ വരുന്നതെന്നല്ലേ. ഒറിജിനൽ തനി നാടൻ പെടക്കോഴികൾക്ക് 700 രൂപയ്ക്കും വിൽക്കുന്ന ആളുകളുണ്ട്. വളർത്തി മുട്ടയിടുന്ന പരുവത്തിലാക്കിയെടുക്കുന്ന ആളുകൾക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത്. അത്യാവശ്യം മെനക്കോടോട് കൂടിയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് കോഴി വളർത്തൽ. കോഴികൾ അല്പജീവികളാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നുവെച്ചാൽ പെട്ടെന്ന് അസുഖം വരും. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വളർത്തിയെടുക്കുക എന്നുള്ളത് വലിയ പാടുള്ളൊരു പണി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല രീതിയിൽ പഠിച്ച് വാക്സിനുകളെല്ലാം ചെയ്തിട്ട് വേണം നാടൻ കോഴികളെ വളർത്തിയെടുക്കുന്നത്. അടുത്തൊരു പ്രോബ്ലം വരുന്നത് വെച്ചാൽ ഈ പട്ടിവർഗ്ഗങ്ങൾ, നായകൾ ഒരുപാട് പെറ്റ് പെരുകിയതാണ്. വളർത്തുന്ന എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് നായ പിടിച്ചു കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ സുരക്ഷിതമായിട്ട് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് വേണം ഇത് വളർത്തിയെടുക്കാം. അതുകൊണ്ട് തന്നെ അതിനുള്ള വിലയും കിട്ടിയിരിക്കണം ഒരു കർഷകന്. അതുകൊണ്ടാണ് ഒരു കോഴിക്ക് 600 രൂപ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ കോഴിക്ക് പൂവൻ കോഴിക്ക് നല്ലൊരു മൾട്ടി കളർ പൂവൻകാണ്. അതിൽ വൈറ്റ്, ബ്ലാക്ക്, റെഡ്, ഓറഞ്ച് എല്ലാം മിക്സ് ആയിട്ടുള്ള കോഴിയാണ്. ഈ കോഴിക്കൊക്കെ മോഹ വിലയാണ് വരുന്നത്. 1000 രൂപ വരെ റേറ്റ് കിട്ടുന്നുണ്ട്. ഓൾറെഡി ആവശ്യക്കാർ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്? ഈ 8 പെടക്കോഴിയും മുട്ടയിടുന്നവയാണ്. അതിൽ 3 എണ്ണം പൊരുന്നിയിട്ടുണ്ട്, വെള്ള പൊരുന്നിയിട്ടുള്ളതാണ്. അധികം പ്രായമില്ല, ഒരു 7 മാസം പ്രായമുള്ളൂ. ഈ ഒരു കോഴിക്കാണെന്നുണ്ടെങ്കിൽ 5.5 മാസം കഴിഞ്ഞിട്ടുള്ളൂ. മുട്ട സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ 8 പെടക്കോഴിയും ഈ പൂവൻകോഴിയും ഒരുമിച്ചെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ 5000 രൂപ റേറ്റിൽ തരും. ഓൾ കേരള ഡെലിവറി പോസിബിളാണ്. ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും. ഏകദേശം 9 കോഴിയും കൂടിയിട്ട് നമ്മൾ കയറ്റി വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിക്കാരൊക്കെ വെച്ചാൽ നോർമൽ ഒരു ബോക്സിന് 300 രൂപയാണ് ചാർജ് ചെയ്യാറ്. ഇത് വലിയ ബോക്സായി വരും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു 400 രൂപ ഒരു ഡെലിവറി ചാർജ് വാങ്ങാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെ സ്ഥലം വരുന്നത് കോട്ടത്തറ ഫാം, പൊന്നാനിയാണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ. ഫാമിൽ നേരിട്ട് വന്ന് എടുക്കാം. അപ്പോൾ ഡെലിവറി ചാർജൊന്നും വരില്ല. അതേപോലെ എടുത്തുള്ള സ്ഥലത്തൊക്കെയാണെങ്കിൽ നമുക്ക് ബൈക്കിൽ എത്തിച്ചേരാൻ പറ്റും. അതിന് നമുക്ക് ബൈക്കിൻ്റെ ചാർജ് കാരണം മിനിമം 300 രൂപ എന്നുള്ളതിലാണ് നമ്മൾ ഈടാക്കാറ്. പിന്നെ ഒരുപാട് ആളുകളുണ്ട്, നമ്മൾ ഈ വീഡിയോ ഇടും, വീഡിയോ പോസ്റ്റ് ചെയ്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യില്ല. ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് എന്നെയൊക്കെ ചീത്ത പറയും വിളിച്ചിട്ട്, എന്തിനാണ് നിങ്ങൾ ഈ പോസ്റ്റ് ഇട്ടത്, വിൽക്കാനില്ലാത്ത കോഴിയാണെങ്കിൽ പിന്നെ എന്തിനാണ് പോസ്റ്റ് ഇടുന്നത് ചോദിക്കും. കാരണം വെച്ചാൽ അത് വിറ്റ് പോയിട്ടുണ്ടാവും. വിറ്റ് പോയി എന്ന് പറഞ്ഞാലും ആളുകൾ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഒരാളുകളും മനസ്സിലാക്കുക, നമ്മൾ വീഡിയോ ഡേറ്റ് ഒന്ന് നോക്കുക. നമ്മുടെ അടുത്ത് ആദ്യം കോണ്ടാക്റ്റ് ചെയ്യുന്ന ആളുകൾ, ആദ്യം പേയ്മെൻറ്റ് തരുന്ന ആളുകൾക്കാണല്ലോ നമ്മൾ ഈ കോഴിനെ കൊടുക്കുന്നത്. അങ്ങനെയാണല്ലോ പാടുള്ളൂ. അപ്പോൾ പല ആളുകൾക്കും തെറ്റിദ്ധാരണയാണ്, വെറുതെ വീഡിയോ ഇടുകയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിതിൽ തുറന്ന് പറയുന്നതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മളെ 2, 4, 6 പെടക്കോഴിയായി ഇവിടെ. 2 ആൾ അങ്ങോട്ട് ചാടിപ്പോയിട്ടുണ്ട്. ഒരു പോകാനും നല്ല ക്വാളിറ്റി കോഴികളാണ്. വാക്സിനേറ്റഡ് ആണ് ഇവർ. വാക്സിനേറ്റഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സൂക്കേട് വരില്ല, ചത്തുപോയില്ല എന്നുള്ളതല്ല പറയുന്നത്. വാക്സിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ R2B വാക്സിനാണ് ചെയ്യുക. കോഴി വസന്ത എന്നുള്ള അസുഖം വരില്ല, 100% വരില്ല. വാക്സിനേഷൻ സക്സസ് ആണെങ്കിൽ മാത്രം കേട്ടോ. പല ആളുകാരും പറയാറുണ്ട്
ഞാൻ എൻ്റെ ഒരു കോഴിക്ക് ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ട് RTB വാക്സിൻ, എന്നിട്ടും കോഴി വസന്ത വന്നെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം വരുന്ന കാര്യങ്ങളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. RTB വാക്സിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില കോഴികൾക്ക് അത് സക്സസ് ആവില്ല, അത് കറക്റ്റ് അളവിൽ അത് കയറില്ല. RTB ഫെയിലർ എന്ന് പറയും, അത് ഫെയിലായി പോകുന്ന. പിന്നെ നമ്മൾ 1 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് വാക്സിൻ ചെയ്യേണ്ടത്. തണുപ്പ് പോവാതെ മിക്സിങ് കറക്റ്റായിട്ട് വേണം ഇത് ചെയ്യാൻ. അത് മിക്സിങ് കറക്റ്റ് ആവാതെ 1 മണിക്കൂറിന് ശേഷം അടിച്ചാലും ഈ കോഴികൾക്കത് RTB സക്സസ് ആവണമെന്നില്ല. ഫെയിലിയർ ആവുന്നത് കൊണ്ടാണ് ആ കോഴികൾക്ക് വീണ്ടും ഈ കോഴി വസന്ത വരുന്നത്. പിന്നെ കോഴി വസന്തയ്ക്ക് വാക്സിൻ അടിച്ച കോഴികൾക്ക് പ്രതിരോധം കൂടുന്നുണ്ട്. എന്ന് വെച്ചാൽ മറ്റ് അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ അസുഖങ്ങൾക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും ശ്രദ്ധിക്കണം. എപ്പോഴും വാക്സിൻ ചെയ്തുകൊണ്ട് കോഴികളെ വളർത്തിയെടുക്കുക. പിന്നെ പല ആളുകളും പറയുന്നത് എൻ്റെ വാക്സിൻ ചെയ്തപ്പോഴാണ് എൻ്റെ കോഴിക്ക് പ്രശ്നങ്ങൾ കൂടിയത്, തളർന്നു പോകാറുണ്ടെന്ന്. അത് വാക്സിൻ സക്സസ് ആയി ചെയ്യാത്തത് കൊണ്ട് വരുന്നതാണ്. ഡയറക്റ്റ് മാംസത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യും. ശരിക്കും ബ്ലഡ് വരാതെ വേണം ഇത് RTB ചെയ്യാൻ. അപ്പോൾ അതും വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോഴികൾ വിൽപ്പനയ്ക്കുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കോണ്ടാക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളത് കൃത്യമായി അയച്ചു തരുന്നതാണ്. ഇത് 2 ആൾ അവിടെ പോയിക്കില്ല കേട്ടോ, 4 ആൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുക, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. കോഴിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾ ചോദിക്കാം എല്ലാവർക്കും തന്നെ. വാട്സപ്പിലാണ് വരുന്നതെങ്കിൽ നൈറ്റിൽ മറുപടി കിട്ടും. ഒഴിവ് സമയത്താണ് മറുപടി തരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 15 വർഷത്തിലധികമായി ഫാം നടത്തുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസ് പ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം, ഒരു മടിയില്ല. ഫോൺ വിളിച്ചാലും പറയാം. രാവിലെയൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകൽ സമയത്ത് പല തിരക്കിലാവുമ്പോൾ പെട്ടെന്ന് മറുപടി പറയാൻ പറ്റില്ല. എന്തായാലും ചാനലിനെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.